സ്ത്രീകൾക്ക് പരിമിതികളുണ്ടോ അല്ലെങ്കിൽ പരിമിതികളുടെ എണ്ണം കൂടുതലാണോ? ഭാഗ്യലക്ഷ്മി മാഡത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് കൂടെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. നിങ്ങളിൽ 3 പേർക്കും അത്തരത്തിലൊരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വിറ്റ്നസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു സിനിമ മാത്രമല്ല, സിനിമയിൽ കുറച്ച് കൂടുതലുണ്ട്. കാര്യം സിനിമ ഈസ് നോട്ട് സച്ച് എ ജെൻഡർ ഫ്രണ്ട്ലി സ്പേസ്. ഇപ്പോൾ മെറ്റേണിറ്റി ലീവില്ല, ഇപ്പോൾ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി ഇപ്പോൾ എഡിറ്റിംഗ് റൂമിൽ ക്രഷില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ദർ ഈസ് മോർ. പക്ഷേ വിമൻ എസ്പെഷ്യലി ഇൻ ആർ സൊസൈറ്റി ദർ ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ്, ഇപ്പോൾ എല്ലാവരും പറയുന്നു ഈ ഡബിൾ ബേർഡൻ, വീടിൻ്റെ കാര്യം നോക്കണം, മറ്റേ പ്രൊഫഷനെ നോക്കണം. അത് ഒരു ഭയങ്കര ഒരു ഇറ്റ് ഈസ് a weight, whether it is a doctor, whether it is a scientist, whether it is a woman in cinema. I think this double burden working exists. superwoman. Working superwoman is what we are all expected to be. In cinema it is more difficult because I know, for example, I was bringing up my child, my husband was shooting, I was sometimes a single mother, but I had nowhere to leave her. I had ഇപ്പോൾ ഫാമിലി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ ഏത് സമയത്ത് നമുക്ക് ഇപ്പോൾ രാത്രി വർക്ക് ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഞങ്ങൾ എന്നാ ചെയ്യും? You can't just leave her somewhere. So I have brought her, put her in the editing room, രാത്രി എഡിറ്റിംഗ് റൂമിലേക്കൊക്കെ എടുത്തി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ there are not support systems for a woman to work. So it is not only attitude, it is also physical problems that we face, that many things. I have had many experiences in my career where you get torn between family responsibility, perceived family responsibility, and your professional responsibility. And this is unfortunately true for a lot of women. It is in a society where men do not share the burden. തീർച്ചയായും എല്ലാ മേഖലയിലും ഉള്ളതാണ് സ്ത്രീകൾക്ക് പരിമിതികൾ. പക്ഷേ നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സ്പേസിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള പരിമിതികളുടെ എണ്ണം കൂടുന്നതായിട്ട്, ഈ പറഞ്ഞ പോലെ കുടുംബം, സമൂഹം, പിയർ പ്രഷർ, അങ്ങനെ പലതായിട്ട് കൂടി വരുന്നതായിട്ട്. കേരളത്തിൽ ജീവിക്കുമ്പം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ആരും കാണാറില്ല. നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി, അല്ലെങ്കിൽ ഫാമിലിയിലെ ഇന്നാരുടെ ഭാര്യ, അല്ലെങ്കിൽ ഇന്നാരുടെ അമ്മ, അല്ലെങ്കിൽ ഇന്നാരുടെ മരുമകൾ. ഒരു 14 വർഷത്തോളം സിനിമയിൽ വർക്ക് ചെയ്തിട്ടും വേറൊരാൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എന്നോട് ആ സിനിമയിലുള്ള ഒരാൾ തന്നെ ഇന്നാരുടെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, 14 വർഷം ഈ സിനിമയിൽ വർക്ക് ചെയ്ത എൻ്റെ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഒരാൾ അല്ലാതെ ചോദിക്കുമ്പം അത്രത്തോളം നമ്മൾ ഇവിടെ ഒരു ക്രിയേറ്റീവായിട്ട് ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കേണ്ടതുണ്ട് എന്ന്. ഇപ്പം ഒരു ക്രിയേറ്റീവായിട്ട് എഴുതുന്ന ഒരാൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്തു എന്ന് വിചാരിക്കട്ടെ ഈ സൊസൈറ്റിയിൽ. എന്നിട്ട് നമ്മുടെ എഴുത്ത് എത്രത്തോളം നന്നാവും, അല്ലെങ്കിൽ ഒരു സിനിമ നമുക്ക് ഇത്തരം എക്സ്പീരിയൻസസ് ഒന്നുമില്ലാതെ നമ്മൾ ഭയങ്കര ഗംഭീരമായൊരു സിനിമ എടുക്കും എന്നിവർ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതവും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ, നിങ്ങൾ പോകുന്ന യാത്രകൾ, നിങ്ങൾ പരിചയപ്പെടുന്ന മനുഷ്യർ, ഇതൊക്കെയല്ലേ നിങ്ങളുടെ ആർട്ട്. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾക്ക് തുറന്നു തരാതെ നിങ്ങൾ എന്ത് ആർട്ടാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഒരു ആർട്ടിൻ്റെ കാര്യം വരുമ്പോൾ പോലും നമ്മളതിൻ്റെ എക്സ്പ്രഷൻ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിയുടെ വളർച്ച അനുസരിച്ചിരിക്കും ആ എക്സ്പ്രഷൻ്റെ ഗുണവും. നമ്മുടെ സൊസൈറ്റി പറയുന്ന കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റായിട്ട് നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, അങ്ങനെയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും, ക്രിയേറ്റീവായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരും അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ അതിൻ്റെ പാട്ടിന് പോവുകയും നമ്മൾ നമ്മുടേതായ ഒരു വഴി വെട്ടി ഉണ്ടാക്കി അതിലൂടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ഉണ്ടാവാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ പോലും ഇപ്പോൾ കാലങ്ങൾ മാറി വരുമ്പം നമ്മൾ സിറ്റീസിലേക്ക് മാറുമ്പോഴൊക്കെ ബാക്കിയുള്ളവരൊന്നും നമ്മളോട് അങ്ങനെ നമ്മൾ ആരാണെന്നോ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നതെന്നോ ഒന്നും അന്വേഷിക്കാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹവും മാറിക്കൊണ്ട് വരുന്നുണ്ട്. അത് തെറ്റാണെന്നോ നമ്മളിങ്ങനെ ഭയങ്കര ഇതാണെന്നോ. പക്ഷേ പ്രൊഫഷണൽ ആയിട്ടുള്ള
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമേ ഇരുന്ന് ജോലി ചെയ്ത് ജീവിച്ച് ആ ജോലിയിൽ തുടർന്നുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. മാഡം, നമ്മളിപ്പം സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. എഡിറ്റിങ്ങിൽ മാഡം ഉണ്ട്, റൈറ്റിംഗ്, ഡയറക്ഷൻ, ആർട്ട് ഡിസൈനിങ്, കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലുണ്ട്, ഡബ്ബിംഗ് മേഖലയിലുണ്ട്. പക്ഷെ നമ്മൾ സ്ത്രീകളെ കാണാത്ത ഒരു എന്താ പറയുക, ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീനിലുള്ള ആൾക്കാരാണ് പ്രൊഡക്ഷൻ ടീം. അവിടെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു സ്ത്രീ സാന്നിധ്യം വരാത്ത? അവിടെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു ബാലൻസിംഗിൽ ഒരു ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ടോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പ്രൊഡക്ഷനിലാണ് പെണ്ണുങ്ങൾ വരേണ്ടത്. പക്ഷേ ഐ ഡോണ്ട് നോ, ഇവിടെ ഞാൻ ചോദിച്ചു നോക്കിയിട്ടുണ്ട് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ്, ഇപ്പൊ ഞാൻ ബാക്കി എല്ലാ ഫീൽഡിലും അസിസ്റ്റന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് ഇല്ലാത്ത എന്താണ്? അപ്പൊ രാത്രി പകൽ എങ്ങനെയാ പൈസ, പിന്നെ പിക്കപ്പ് ഡ്രോപ്പ് രാവിലെ, ഇതൊക്കെയാണ് രാത്രി 2 മണിക്ക് ഒരു വണ്ടിയിൽ നിന്ന് ഒരാളെ വിളിച്ചു കൊണ്ടുവരുന്നത്. അതായത് അതിന്റെ അസിസ്റ്റന്റ് ആയിട്ട് തുടങ്ങുന്ന ഒരാളുടെ ജോലി. നമ്മുടെ ഈ നാട്ടിലെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് രാത്രി 2 മണിക്ക് ഒരു പെൺകുട്ടിയെ, ഒരാളെ, ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ എങ്ങനെ അവിടെ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് വിടും? അപ്പോൾ ഒരാൾ നമ്മൾ വിട്ട് കഴിയുമ്പോഴത്തേനും, ഇപ്പോൾ അവർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവർ വെറും കണക്ക് നോക്കുക അല്ലെങ്കിൽ അക്കൗണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാത്രമല്ലാതെ ഇവിടുത്തെ ഒരു സെക്യൂർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവർ പറയുന്നത്. അത് ഒരു സൈഡ്. എനിക്ക് പലപ്പോഴും സിനിമയിൽ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പൈസ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന മേഖലകളാണ് ഇതെല്ലാം. ഈ പൈസ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന, ഇപ്പൊ വീട്ടിലാണെങ്കിൽ പോലും പൈസ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്താണ് അവസാനമായിട്ട് സ്ത്രീ സാന്നിധ്യം ഉണ്ടാവുക. കാരണം വെച്ചാൽ അതിലാണല്ലോ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. അപ്പോ ഈ പൈസ ഒന്നും ഏൽപ്പിക്കാൻ മാത്രം ആയിട്ടില്ല നമ്മളാരും. ഇതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിസൈനർ പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറെക്കുറെ പ്രൊഡക്ഷൻ ഡിസൈനറും പ്രൊഡക്ഷൻ മാനേജ്മെന്റും അടുത്ത് നിൽക്കുന്ന ചില ഘട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു പരിമിതി ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് ഹാൻഡ്ലിംഗ് പവർ അവർക്ക് കൂടുതലാണ്. അവരുടെ ഫാമിലി ആണെങ്കിലും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്? കാരണം എൻ്റെ അടുത്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ചോദിച്ചിട്ടുണ്ട്, ഇതെന്തു കുറച്ച് പെൺകുട്ടികളുണ്ടോ ഇങ്ങനെ പ്രൊഡക്ഷനിലോട്ടേക്ക് വരാൻ, കാരണം അവർക്ക് കുറച്ചും കൂടി കാര്യക്ഷമത കൂടുതലാണ് എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് വരാൻ താല്പര്യമില്ല. സ്ത്രീകൾക്ക് മുന്നിട്ട് ഇറങ്ങാനുള്ള ഒരു മടി എപ്പോഴും ഉണ്ട്. പിന്നെ അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് അതില്ല. അപ്പൊ പിന്നെ അതിനകത്ത് വെറും ഈ മണി ഹാൻഡ്ലിങ് അങ്ങനെ. പക്ഷെ അതല്ല, തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇപ്പൊ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു എല്ലായിടത്തും ഒരു പോസ്റ്റ് ഉണ്ട്. ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ, ഓൺലൈൻ പ്രൊഡ്യൂസർ, ദീസ് ആർ ഓൾ വെരി വെരി വണ്ടർഫുള്ളി ക്രിയേറ്റീവ് പോസ്റ്റ് where you are really a partner in the whole cinema. It's not only about money. പക്ഷെ ഇവിടെ അത് വന്നിട്ടില്ല. ചില സമയത്തൊക്കെ ഇപ്പം നമുക്കിപ്പം ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുമ്പം നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും വരാറുണ്ട്. ഞാൻ ഒരുപാട് അങ്ങനെ ആ ജോലി നന്നായി ചെയ്യാൻ അറിയുന്ന മനുഷ്യരോട് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ അവരെന്താണ് പറയുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പം അതിനകത്തും ഒരുപാട്, പിന്നെ അതിനകത്ത് ഇപ്പം സ്ത്രീകളിപ്പം ഓരോ ഫീൽഡിലേക്ക് വരുമ്പോഴും നമുക്കിങ്ങനെ ഒരുപാട് പേരോട് പറയണല്ലോ, നമ്മൾ ഇതാണ് വർക്ക് ചെയ്യുന്നത്. ഈ വർക്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ പലപ്പോഴും സിനിമയെ നടന്നു പോകുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ്.